ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ പറയാനെന്ന് പറഞ്ഞാൽ ഈ കോവിഡിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കോവിഡ് എന്ന് പറഞ്ഞാൽ സൺഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഐറ്റംസ് എല്ലാവരും പുറത്തിറങ്ങുന്ന ഡേ ആണ് സൺഡേ. എല്ലാ കാര്യങ്ങളും ലീവായിരിക്കും. കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ഓപ്പൺ ഉണ്ടാകുക. പിന്നെ സൈഡിൽ കൂടി ബിസിനസ് ചെയ്യുന്ന ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ ഉണ്ടാകുക. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസമാണിത് കേട്ടോ, സൺഡേ. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് അധികം വണ്ടികൾ സൺഡേയിലാണ് ഇങ്ങോട്ട് വരുന്നത്. കുറേ വന്ന് പെട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരാൻ നോക്കട്ടില്ലേ. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി പറയണം കേട്ടോ, സൺഡേ മാത്രം ഇങ്ങോട്ട് പോയാൽ സൺഡേ പെട്ടുപോകും എൻ്റെ പൊന്നാര മുത്തുകളെ. എല്ലാവരും അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനും മോനുണ്ടിട്ടൊന്ന് പോലെ തന്നെ എൻ്റെ പൊന്നോളെ ഞാൻ സൺഡേ മാർക്കറ്റിലോട്ട് അങ്ങ് പോകണം. സൺഡേ മാർക്കറ്റ് അല്ല കേട്ടോ, മീൻ മാർക്കറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞു. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി മീനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ തിരഞ്ഞ് കുറേ 4, 3, 5, 6 റൗണ്ട് അങ്ങനെ ചുറ്റി ലാസ്റ്റ് ഇതായി ഒരു ഞണ്ടിൻ്റെ അവിടെ അങ്ങ് നിന്നു കേട്ടോ. ഞണ്ട് ഒരു ഭാഗത്തൊന്നുമില്ല കേട്ടോ, പല ഭാഗത്തു കൂടി പല മീനുകളാണ് കേട്ടോ. അങ്ങനെ ഞണ്ട് 1 കിലോ വാങ്ങി. ഞണ്ടിൻ്റെ കാല് മാത്രം സെപ്പറേറ്റ് 1 കിലോന് വാങ്ങിട്ടോ. അങ്ങനെയും കിട്ടും കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഞണ്ട് കാണുന്ന മാതിരിയല്ല, ഈ ഞണ്ടിന് 700 രൂപയെന്ന് റേറ്റ്. ഇപ്പോൾ 300 രൂപയുള്ളൂ വലിയ ഞണ്ടാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങിങ്ങാണ്ട് അങ്ങനെ ചാളമീൻ ഉണ്ടായിരുന്നു. മത്തിക്ക് റേറ്റ് കുറവാണ് കേട്ടോ, 50 രൂപയുള്ളൂ. എൻ്റെ പൊന്നെ കേൾക്കാത്ത വിലയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ മീൻ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പോയി. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് മീനിനെ കൊടുത്തുങ്ങാണ്ട് വെയിലും കൊണ്ട് 110 ഡിഗ്രിയോ 200 ഡിഗ്രിയൊക്കെ സെൽഷ്യസ് ഡിഗ്രി ഉണ്ടെങ്കിലും ഇക്കാക്കൊരു പ്രശ്നമില്ല എൻ്റെ പൊന്നെ. അങ്ങനെ എനിക്കും മോനിക്കും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞങ്ങൾ ആ തണലിലോട്ട് വന്ന് അവിടെ ടയറുണ്ട് കേട്ടോ, അവിടെ അങ്ങനെ ഇരുന്നുങ്ങാണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടോ. വീട്ടിൽ മോളോട് ഉള്ളി തൊഴിച്ച് വെക്കൊണ്ടു പറഞ്ഞു. മോള് ഇങ്ങനെ പൂരപ്പറമ്പാക്കി വെക്കുന്ന ഒരിക്കലും അറിയില്ല എൻ്റെ പൊന്നെ. അങ്ങനെ ഒന്നും നോക്കില്ല, ഒരു ഐസും കഴിച്ചുങ്ങാണ്ട് മീനിനെ അങ്ങോട്ട് എടുത്തുട്ടോ. എൻ്റെ പൊന്നെ ചാള 50 രൂപയാണ് കേട്ടോ. 1 കിലോത്തിന് 1 കിലോ ചാള വാങ്ങി, 1/4 കിലോ വാങ്ങി, ഞണ്ട് 1 കിലോന് വാങ്ങിട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ ഈ ഒരാഴ്ചയിൽ എന്താണോ ഇത്ര റേറ്റ് കമ്മിയോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരു അടുത്ത ആഴ്ച എൻ്റെ പൊന്നെ തീ പിടിച്ച വിലയായിരിക്കും. കാരണം നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഇപ്പോൾ എല്ലാറ്റിനും ഈ ആഴ്ച എല്ലാ സാധനവും റേറ്റ് കമ്മിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞണ്ടിനെ ഞാൻ കാല് സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. കാല് ഞണ്ടിനെ മാറ്റി ആ കഷ്ണങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് കായം തിരുമ്പി ഇന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ചാളനെ അങ്ങ് നമുക്ക് ഒരു കറിയും വെക്കാൻ പറഞ്ഞു കേട്ടോ, മുളക് കറി വെക്കാം. അങ്ങനെ ഞാൻ അതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. എൻ്റെ പൊന്നെ അവരെ ക്ലീൻ ചെയ്യില്ല അറിയാലോ. മത്തിൻ്റെ ചെളുക്കിയൊന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ എൻ്റെ പൊന്നെ, തലയും വാലൊക്കെ കളഞ്ഞിട്ടുള്ളൂ ഉണ്ടാവുക. അപ്പോൾ അത് ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ പൊന്നെ കുറേ ടൈമായിട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഞണ്ടിലോട്ട് നമുക്ക് മസാലകൾ പുരട്ടാൻ പറഞ്ഞിട്ട് അതിലോട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 ഇല്ലി വെളുത്തുള്ളി, അതേമാതിരി ചെറിയ ഉള്ളി കുറച്ച് 10 ഇല്ലി, അത് ചെറിയ ജീരകം കുറച്ച് ആവശ്യത്തിന് കേട്ടോ. അങ്ങനെ എടുത്ത് നന്നായിട്ട് ചതച്ചു കേട്ടോ. ചതക്കുക എന്ന് പറഞ്ഞാൽ അരക്കുക കേട്ടോ എൻ്റെ പൊന്നെ, നന്നായിട്ട് അരക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. എൻ്റെ പൊന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ സാധനം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ് കേട്ടോ. ഉപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഒരു ഇടങ്ങേറ് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഉപ്പ് അധികമായിട്ട് പിണങ്ങി പോയിട്ട് പിന്നെ പൊറാട്ട കൊടുന്ന് അതാ കഴിച്ചത്. എന്തെന്ന് വിചാരിച്ചാൽ ഉപ്പുമാവിൽ ഉപ്പ് അധികമായി എൻ്റെ പൊന്നെ. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ടോ. അങ്ങനെ അടുക്കളയിലോട്ട് ചെന്ന് അങ്ങനെ മുളക് കറി വെക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഓരോ ചട്ടി ഇപ്പുറത്ത് ഞണ്ട് ഫ്രൈ ചെയ്യാൻ ഇപ്പുറത്തെ ചട്ടി വെച്ചു. അങ്ങനെ ഞണ്ടിനെ വെളിച്ചെണ്ണയിലോട്ട് അങ്ങ് ഇട്ടു. അതിൻ്റെ മേലെ കുറച്ച് നമുക്ക് കറിവേപ്പിൻ്റെ തൂവി കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റായി എൻ്റെ പൊന്നെ. അങ്ങനെ എൻ്റെ പൊന്നെ അങ്ങനെ എല്ലാം സെറ്റായിട്ടോ. അപ്പോൾ എൻ്റെ പൊന്നെ സൺഡേ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ഒരേ ഓട്ടപ്പാച്ചിലാണ്. ഇനിയിപ്പോൾ ഓട്ടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ ഈ ഒരു സൺഡേ ദിവസം ഒരു ദിവസമുള്ളൂ ഇക്കാനെ കിട്ടുക. ഇക്കാനെ ഇങ്ങോട്ട് ഇനി അരിയുണ്ട് പൊടിപ്പിക്കാൻ. അങ്ങനെ എൻ്റെ പൊന്നെ ഞണ്ട് ഫ്രൈ ആയിട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറയാൻ ഗ്രേവിയാണ് കേട്ടോ, ഒത്തിരി ടേസ്റ്റ്. ഗ്രേവിൻ്റെ അവിടേക്ക് അങ്ങ് എത്തൂല കേട്ടോ ഈ ഞണ്ട് ഫ്രൈ. എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ഞണ്ട് ഫ്രൈനേക്കാളും എനിക്കിഷ്ടം ഗ്രേവിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഗ്രേവി ഫ്രൈ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് രുചിയില്ല, പക്ഷേ എന്നാലും രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഗ്രേവി ആകുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കിലോട്ട് അങ്ങ് വരും. ഫ്രൈ ആയി കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് സ്മെല്ലാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെ ആയി എല്ലാം സെറ്റായി. മീൻ മത്തി കൊണ്ടൊരു മുളക് കറി ഉണ്ടാക്കി, ഞണ്ട് ഫ്രൈ ചെയ്തു. മോനിക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, പയറുപ്പേരി. അത് കൂട്ടിയിട്ട് മോനിക്ക് ഫസ്റ്റേ ഫുഡ് ഞാൻ കൊടുത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ എൻ്റെ പൊന്നെ കുട്ടികൾ അങ്ങ് ഇതാവൂലേ. അങ്ങനെ എൻ്റെ പൊന്നെ എല്ലാം സെറ്റായി. എൻ്റെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ഇതാ മുളക് കറി തേങ്ങ കറിക്കാക്ക ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ തുറിച്ച് നോക്കണം. ഞാനത് മെയിൻ്റാക്കാതെ മെല്ലെ അറിയാത്ത പോലെ നിന്നു കേട്ടോ. രാവിലെ തന്നെ ഒന്ന് പ്രഷർ കയറിയതാണ്. അപ്പം ഇത് ഈ മുളക് ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കാറ് എപ്പോഴും. പക്ഷേ ഇന്ന് എനിക്കൊന്ന് തോന്നി മുളക് കറി വെക്കാം. കുറേ ആയില്ലേ ഞാൻ ഈ തേങ്ങ അരച്ച് ഇങ്ങനെ കൂട്ടുന്നു. മുളക് കറി എൻ്റെ കേരള സ്റ്റൈലിൽ കൂട്ടാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് വെച്ചതാണ്. ഇക്കാൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയില്ല. അങ്ങനെ കറണ്ടും പോയി എൻ്റെ പൊന്നെ. കറണ്ട് പോയ നേരത്തെ അതൊന്നും നോക്കില്ല, ഒരുപാട് ടൈമായില്ലേ. അപ്പോൾ കറണ്ട് പോണാൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പ്ലേറ്റിലോട്ട് എൻ്റെ വയറങ്ങ് കരിയണു, എൻ്റെ സ്മെല്ല് അങ്ങനെ കേൾക്കണു. അപ്പോൾ കറണ്ട് പോയതൊന്നും മെയിൻ്റ് ആക്കില്ല. അങ്ങനെ ഞാൻ ചോറെടുത്ത് പ്ലേറ്റിലാക്കിയപ്പോഴേക്കും കറണ്ടും വന്ന് എൻ്റെ പൊന്നെ. അങ്ങനെ ഇതാണ് എൻ്റെ സൺഡേ സ്പെഷ്യൽ. മത്തി കൊണ്ടൊരു കറി. എൻ്റെ മത്തിക്കറി എങ്ങനെയാണെന്ന് അറിയില്ലേ. മത്തി കൊണ്ടൊരു കറി, ഞണ്ട് ഫ്രൈ, പയറുപ്പേരി കേട്ടോ. ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എൻ്റെ പൊന്നെ. ഇത് കഴിക്കാൻ ടൈമുള്ളൂ. കഴിച്ച് കഴിഞ്ഞതും ഓട്ടം ചെമ്പട്ടിയും ബക്കറ്റും തലയിൽ വെച്ച് അങ്ങ് ഓടിട്ടോ എൻ്റെ പൊന്നെ. അങ്ങനെ ഓടി അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കണം ചെമ്പട്ടിയും ബക്കറ്റൊക്കെ എന്ത് കൊണ്ടുപോകണം. അവിടെ ചെന്നപ്പോൾ കുടുക്കിയും ഉണ്ടാവുമൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു മടിയില്ല, അത് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും മോനിക്ക് ഒരേ വാശിട്ടോ, എനിക്ക് കോവയിലേക്കേക്ക് പോകണം എന്ന്. അങ്ങനെ മോനെയും കൊണ്ട് ആ പാർക്കിലോട്ടൊന്ന് പോയി. അവിടുന്ന് കുറേ നേരം മോനെയും കൊണ്ട് കളിപ്പിച്ചു. അപ്പോഴേക്കും അവിടെ അരി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അരി പൊടിച്ചതും കൊണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് എൻ്റെ പൊന്നെ പിന്നെ എനിക്ക് ആ അരിനെ വറുക്കലായിരുന്നു ടൈം. വറുക്കലും പരത്തലും എൻ്റെ പൊന്നെ. ഇന്നത്തെ സൺഡേ ഒരു 1.5 സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.